ഇതെന്താക്കിച്ചാ നിസാറ എന്റെ കഴുത്ത് ഈ എന്താക്കിയത്? എന്താന്നറിയില്ല സീസ. എത്ര ദിവസമായി ഞാനിതും കൊണ്ട് നടക്കുന്നു. കഴുത്ത് തിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പറ്റുന്നില്ലെങ്കിൽ പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ എന്റെ മക്കളൊക്കെ പോറ്റിയ? അല്ല നിസാറേ, ഇത് എന്ത് തെറ്റിയാടാ ഇങ്ങനെ കഴുത്തിന്? ഈയിടെ കൂടെ കാണിച്ചില്ലാടാ? ഞാൻ ഇവിടെയൊക്കെ പോയി ലാബിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്ത്. എന്നിട്ട് ഓരെന്ത് പറഞ്ഞു? കുറെ ടെസ്റ്റ് ചെയ്തിട്ട് ഓർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇങ്ങനെ പറ്റിയത്. ഇത് കിടത്തത്ത് പറ്റിയാണത്? എനിക്കറിയില്ല. ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇങ്ങനെ പോകുള്ളൂ, അത്രേ തിരിയുള്ളൂ. ഞാൻ തിരിച്ചു നോക്കടാ. വല്ലാത്തൊരു കഥ തന്നെയാണ്. മക്കളൊക്കെ ആദ്യം എനിക്ക് വിഷമാക്കണ്ട. അമ്മദ്യം ചെയ്യുമ്പോ വേറെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു നോക്കാം കേട്ടോ. ഇങ്ങോട്ട് തിരിച്ചു നോക്കടാ. ഈ ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ നിൽക്കാൻ കിടക്കാനും പറ്റുന്നില്ല, ഇരിക്കാനും പറ്റുന്നില്ല. സാർ എന്റെ കഴുത്തിന്റെ ഒരു കോലം ഇത് കണ്ടോട്ടെ സാറേ. എടാ നിക്കേ, ഞാന് ഇപ്പൊ നാലണ്ടത്തില് ഷാജിയേട്ടന് ബീച്ച് ഹോസ്പിറ്റലല്ലേ, മൂപ്പരെ എടുത്താരും കഴുത്തിന്റെ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടാക്കിയല്ലോ. ഞാൻ മൂപ്പരൊന്ന് വിളിച്ചോക്കട്ടെ. എല്ലാ ടെസ്റ്റും ചെയ്തിട്ടുണ്ട്, എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അല്ല സാറേ, എനിക്കിത് എത്ര ദിവസമായി പറ്റിയിട്ട് പറഞ്ഞേ? 4 ദിവസം. 4 ദിവസം അല്ലേ? അവിടെ പുതിയ വാടകക്കാരുണ്ടല്ല പൊരുള്? ഓരെത്ര ദിവസം വന്നിട്ട്? 4 ദിവസം. ഈ ഒരു കാര്യം ചെയ്യ്, എന്റെ പൊറിന്റെ ബാക്കിൽ എനിക്ക് വാടക കൊടുക്കോ? ഇതെവിടെ എന്റെ പൊറിന്റെ ബാക്കിലായിട്ടോ. എന്നാ ചെലപ്പോ എന്റെ കഴുത്തിന്റെ വേദന മാറാതാക്കാൻ. എടാ കുറച്ച കൂളിപ്പ് വേണോ? ഇതിപ്പോലെ ബാക്കിലേക്ക് ആക്കുകയാണെങ്കിൽ എന്റെ എത്ര സൈഡിലാവില്ല. എന്റെ കഴുത്തിന്റെ ഒരു ഷാജുവിനെയും കാണിച്ചിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ ഉളുപ്പ് വേണടാ. പഠിക്കാൻ പറ്റൂല, ഓന്റെ മക്കള് പട്ടിണി ഓലക്ക. no.